വെക്കുന്നതല്ല എങ്ങനെയാ? അല്ല അത് വിട്, അത് നമുക്ക് നമ്മുടെ സെക്ഷനിലിരിക്കാം. അല്ല അതല്ല, അച്ഛമ്മ പാചകം വെക്കണ്ടേ? അച്ഛമ്മ പുതിയതായിട്ട് വന്ന് ഇവിടെ ഇരിക്കണോ, അപ്പൊ സാധനങ്ങളൊക്കെ വേണ്ടേ, അപ്പൊ അച്ഛമ്മ പുറത്ത് പോയിട്ട് മേടിക്കോ തനിയെ? പോയിട്ട് വാങ്ങിയിട്ട് വരും. അത് ശരി, ഭാഷ അറിയണ്ട. എന്നൊക്കെ കുറേശ്ശെ പിന്നെ ഒരാൾക്ക് ഒരു പടി അരിയെ കിട്ടും. റേഷനില്ല, വാങ്ങാനൊന്നും അല്ല റേഷനല്ല, കാശ് കൊടുത്താൽ തന്നെ റേഷൻ അരിയെ മൊത്തം റേഷനാണ്. അരിയെ മൊത്തം റേഷനാണ്. ഒരാൾക്ക് ഒരു പടി അരി കിട്ടില്ല. അതല്ലടാ ഈ ക്ഷാമം എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ റെവല്യൂഷൻ അതിന് ശേഷമല്ലേ ഡെവലപ്പ് ആവണത്. ഫുഡ് സ്കാർസിറ്റി ടു ഫുഡ് അങ്ങനെ ആ ഒരു പടി അരി കൊണ്ട് 2-3 ദിവസം കഴിക്കാം. അങ്ങനെ ഒരു പടി അരിച്ച 1 ലിറ്റർ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം അവിടെ അതൊക്കെ ഇങ്ങനെ പിന്നെ വെച്ച് ശരിയായി പോയി. അല്ല പിന്നെ ഇത് തമിഴ് എഴുതാനും വായിക്കാനും പഠിച്ചത് ഇപ്പൊ നീ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ എങ്ങനെ തമിഴൊക്കെ അന്നമാതിരി തമിഴ് പഠിക്കാനൊക്കെ തിരിച്ചു പറയാനും അതെല്ലാം പക്ഷെ ഞാൻ ശരിയാണ്, ഞാൻ അച്ഛന്റെ ഹെൽപ്പ് വെച്ചിട്ടാ പഠിക്കുന്നത്. അച്ഛമ്മ തന്നെയല്ലേ പഠിച്ചത്? എഴുതാനും തന്നെയാ പഠിച്ചത്? അതിങ്ങനെ വായിച്ച് പഠിച്ചത്. അത് കൊള്ളാലോ. ഞാൻ എഴുതാൻ പഠിച്ചിട്ടില്ല ഇതുവരെ. എഴുതാൻ പഠിച്ചു. എന്നിട്ട് അവിടെ നിന്നാണ് പൂ മാർക്കറ്റിലേക്ക് മാറിയതല്ലേ ആ വീട്ടിൽ നിന്ന്? അവിടുന്ന് പിന്നെ അല്ലല്ല, ഒരു മിനിറ്റ്, മറ്റേ ജോലിക്ക് പോകാൻ തുടങ്ങിയത് എപ്പോഴപ്പോ? അത് 2-3 മാസം അവിടെ ഇരുന്നു. പിന്നെ 5-6 മാസം കഴിഞ്ഞപ്പോ ഇവര് വിളിച്ചു, നമ്മുടെ അനിയത്ര വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അവിടെ വെറുതെ ഇരിക്കണേ, ഇവിടെ വന്നിരുന്നോട്ടെ, എന്താ വല്ലത് പാത്രം കഴുകി വല്ലതൊക്കെ ചെയ്ത് അടിച്ചോരെ ആരുടെ അനിയത്തി ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പണി എടുക്കുന്നിടത്തെ അച്ഛൻ പണി എടുത്തോളൂ. പക്ഷെ അവിടെ അവര് മലയാളീസ് അല്ലല്ലോ. പിന്നെ അവിടെ കുറച്ച് നിൽക്കുമ്പോഴേക്കാണ് പിന്നെ അവിടുന്ന് ഇതായപ്പോഴേക്കാണ് പിന്നെ 5-6 മാസമായി തന്നെ. അവിടുന്ന് പിന്നെ പ്രസവത്തിന് പോയി ഞാൻ. അവിടുന്ന് പിന്നെ ഇത് കൂട്ടിക്കൊണ്ടിട്ട് പിന്നെ കോതർച്ചി കുറച്ച് ദിവസം നിന്നിട്ട് അവിടുന്ന് പിന്നെ ഇതായിട്ട് കഞ്ഞിമില്ല ഇവര് ഉച്ചാമ്പുഴയ്ക്ക് വരുമ്പോൾ അവരൊക്കെ ജോലിക്ക് പോകും. പിന്നെ ജോലിക്ക് പോകുമ്പോൾ പച്ച വിറകുണ്ടാക്കണം, കഞ്ഞി വയ്ക്കണം. ഇവര് വരുമ്പോഴേക്ക് കഞ്ഞിയൊക്കെ വെച്ച് വിളമ്പി ശരിയാക്കണം. നെല്ല് കുത്തി വയ്ക്കണം. ഒരു മനക്കിലെ നെല്ലൊത്തുണ്ടായിരുന്നു, 6 വരെ നെല്ലും കിട്ടണം. അങ്ങനെയൊക്കെ ആയിട്ടോട്ട് പിന്നെ ഒരു ദിവസം പച്ച ഇത് വെട്ടുമ്പോൾ കയ്യൊരു വെട്ടി. അപ്പോൾ പിന്നെ അന്നും ലെറ്ററൊന്നും എഴുതാനായിക്കില്ല. ചാച്ചയ്ക്ക് ലെറ്ററൊന്നും എഴുതാൻ പാടില്ല, അവരയക്കൂല, അവരോട് വായി തരൂല്ല. നമ്മുടെ അച്ഛന് കാർഡ് അയക്കാച്ചാലേ കമ്മ്യൂണിക്കേഷൻ ചെയ്യാച്ചാൽ പറ്റില്ല. അങ്ങനെ പിന്നെ ഞാൻ അവിടെ അറിയുന്ന നീലനാരായണൻ ഉണ്ടായിരുന്നില്ലേ, അവിടെ അവനെ കൊണ്ട് പിന്നെ എങ്ങനെയാ ഇവരില്ലാത്ത പോരിക്ക് പോയി അവരെ കൊണ്ട് ഒരു ലെറ്റർ ഇത് വായിക്കൊണ്ടിട്ട് എഴുതിയിട്ട് അവരുടെ അടുത്ത് കൊടുത്തയച്ചു. പോസ്റ്റ് ചെയ്യാൻ എൻ്റെ അച്ഛനോട് വരാൻ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ എന്തുമാതിരി വയ്യാന്ന്. എന്നിട്ട് പിന്നെ അച്ഛൻ പോയി. അല്ല അപ്പൊ അത് പ്രസവം കഴിഞ്ഞിട്ടായിരുന്നു? ഇല്ല, പ്രസവം ഇല്ല, അത് പ്രസവം കഴിഞ്ഞിട്ടില്ല. പ്രസവം കഴിഞ്ഞിട്ടില്ലല്ലോ. കൂടെ ഉണ്ടല്ലോ, കുട്ടി വെച്ചിട്ടാണ്. അല്ല, നിങ്ങൾ പ്രസവം കഴിഞ്ഞിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് കോതർസി? കുട്ടി ഞാനും അവിടെ മുമ്പേ ആണ്. അതായത് പ്രസവം ചെയ്ത് മറ്റേ ഇരുട്ടുമുറിയിലായിരുന്നില്ലേ? പറയണ്ട, വടക്കേ മുറി. അത് നമുക്ക് ഇരുട്ടാണ്. അല്ല, അപ്പൊ നോക്കുമ്പോ അത് ഇരുട്ടാണ്, ഭയങ്കര ഇരുട്ടുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് അച്ഛൻ വന്നിട്ട് കൂട്ടിയിട്ട് ഇവിടേക്ക് വന്നോളാൻ പറഞ്ഞിട്ട്
കുഞ്ഞമ്മച്ചേരം അതിലുണ്ടായിരുന്നു. കുഞ്ഞമ്മച്ചേരം അവിടെ അങ്ങേപ്പുറത്തേക്ക് വീട്ടിലേക്ക് പോയില്ലേ. അതെ, ദേവങ്കപ്പേട്ടയിൽ തന്നെ വേറെ സ്ഥലത്തേക്ക് മാറി. ദേവങ്കപ്പേട്ട പൂമാർക്കറ്റ് ഇറക്കത്ര. അതെ അതെ അതെ. അപ്പോൾ അവളെ ആ തോട്ടത്ത് വീട്ടിൻ്റെ അടുത്ത് അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇതിൽ വെച്ച് വന്നു. അപ്പോൾ പിന്നെ അതിലേക്ക് കൂട്ടിയിട്ട് വന്നു. അതിൽ കൂട്ടിയിട്ട് വന്നിട്ട് പിന്നെ അവിടുന്ന് പണിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഈ വീട്ടിലേക്ക് പുതിയ മറ്റേ മലയാളികളുടെ വീട്ടിലേക്ക് പോകാൻ പറ്റി അല്ലേ? മറ്റേ അവരുടെ പേര് അപ്പോഴേക്കല്ല അത്. എന്നിട്ട് പിന്നെ അവിടെ പോയി ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴാണ് 4 മാസമായിട്ട്. പിന്നെ അല്ല, നിങ്ങൾ പോയി വന്നു, പ്രസവിച്ചിട്ട് വന്നില്ലേ നിങ്ങൾ? പ്രസവിച്ചിട്ട് അത് അവിടെ പോയി വന്നിട്ടാണ് പിന്നെ പ്രസവിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ മലയാളികളുടെ വീട്ടിലേക്ക്. അതാണ് പറയണത്. അതെങ്ങനെയാ അത് കിട്ടി? അതവിടെ അറിയുന്നവർ അമ്മ ആദ്യമായിട്ട് ഈ ഇവിടെ കടയ്ക്ക് വരുമ്പോഴേ അതുമായിട്ട് മുളക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതായിട്ട് എന്നിട്ട് വീട്ടിലേക്ക് പോയി ജോലിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പിന്നെ അവിടെ വെച്ചിട്ട് പണിയെടുക്കുകയൊക്കെ ചെയ്യും. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക്. ആ വീട്ടുകാരാണ് എന്നെ നോക്കുക. ഞാൻ ഏറ്റവും ചെറിയ ചെക്കൻ. ഞാൻ അവരുടെ കൂടെയുള്ള ചെറിയ ട്രൗസറൊന്നും ഇടാത്ത, ജട്ടി ഒന്നും ഇടാത്ത ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാതായി. പിന്നെയാണ് പിന്നെ ഇവിടെ കൊണ്ടുപോയി അവിടെ വിട്ടിട്ട് പിന്നെ അടുത്ത അരിയെ പ്രസവത്തിന് പോയി. അരിയെ പ്രസവത്തിന് അപ്പോഴേക്കും 2ാമത്തെയായി. എന്നിട്ട് അരിയെ പ്രസവത്തിന് പോയി അരിയെ കുട്ടി കൊണ്ടുവന്നപ്പോഴാണ് പിന്നെ ഇനി നമ്മളവിടെ കേട്ട് കുട്ടി പിന്നെ പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെ. വീടിൻ്റെ അടുത്ത് തന്നെ. വീടിൻ്റെ അടുത്തായിരുന്നു. അങ്ങനെ മൈലാത്തക്ക എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ അടുത്ത് തന്നെ കിട്ടി അമ്മയ്ക്ക്. അല്ല, അത് കുറച്ച് ദൂരം പോകണല്ലോ. അതെ, മറ്റിടത്തേക്ക് ദൂരം പോകണം. ആദ്യം ഉണ്ടായിരുന്നു മലയാളികളുടെ വീട്, കുറേ ദൂരം പോകണം. ഇതിപ്പോൾ 2 കുട്ടികളായില്ലേ? എനിക്കും അവനും 1.5 വയസ്സിൻ്റെ വ്യത്യാസമുള്ളേ. അവൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് 1.5 വയസ്സോ 2 വയസ്സാണ്. അപ്പോൾ 2 വയസ്സുള്ള ഒരു കുട്ടിയും ചെറിയ കുട്ടിയും ആകുമ്പോൾ ഇതല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ കുട്ടിയെ കൊണ്ടിട്ടുണ്ട് ഇവിടെ വിടാന്ന് പറഞ്ഞിട്ട് ഇതിലെ കൊണ്ടുപോയി അവിടെ കുറച്ച് ദിവസം വിട്ടു. എവിടെ വിട്ടു? തന്നെ കൊണ്ടുപോയി അവിടെ കുറച്ച് ദിവസം വിട്ടു. എവിടെ കുറച്ച് ദിവസം വിട്ടു? പിന്നെ അപ്പോഴേക്കാണ് പിന്നെ എവിടെ കുറച്ച് ദിവസം വിട്ടു? എന്നെ കോതർശി വിട്ടില്ലേ? അല്ല, എന്നെയും അരിയും 2 പേരെയും. അത് ഞങ്ങളുടെ 5 വയസ്സിലല്ലേ? 5 വയസ്സ് വരെ നിങ്ങൾ അതിനു മുമ്പ് ഈ മൈലാത്തക്കാളുടെ അടുത്ത് തന്നെ നിങ്ങൾ 2 കൊല്ലം ആകുമ്പോഴേക്കും നിങ്ങൾ കട വെച്ചിട്ടോ? അതെ, അമ്മ കട വെച്ചിരിക്കുന്ന സമയത്ത് ആണ് ഞങ്ങൾ കോതർശി. മലയാളം പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അമ്മയ്ക്ക് അറിയില്ല ഇവിടെ മലയാള സ്കൂളുണ്ടെന്ന്. അതല്ല, ഇവര് ശരി അവിടെ കൊണ്ടുപോയി ചേർത്തി ഇവരും അവിടെ നോക്കില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അച്ഛനും ചാച്ചിയും അവിടെ നോക്കാന്നുള്ളത്. പിന്നെ എനിക്കിപ്പോ ഈ മണിമാമ പറഞ്ഞു കുട്ടികളെ അവിടെ കൊണ്ടുപോയി. പിന്നെ എനിക്ക് തോന്നി ഇതിപ്പോ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ